നാം നമ്മുടെ ദുനിയവിയായ ഈ ജീവിതത്തിൽ ധാരാളം ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ, ആരാധനാ കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യാറുണ്ട്. ധാരാളം സൽക്കർമ്മങ്ങൾ, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, സ്വതക്കകൾ, ഹദിയകൾ, സ്വലാത്തുകൾ, ഹജ്ജ്, ഉംറകൾ, അങ്ങനെ ധാരാളം സൽക്കർമ്മങ്ങൾ നാം ചെയ്യാറുണ്ട്. ഇങ്ങനെ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ വെച്ച്, ഇബാദത്തുകളിൽ വെച്ച്, ഈ ആരാധനകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളതായ ഒരു ഇബാദത്താണ് നാം നമസ്കരിക്കുന്ന 5 വഖത്ത് നമസ്കാരം എന്നുള്ളത്. 5 വഖത്ത് നമസ്കാരം എന്നുള്ളത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ളതായ ഒരു ഇബാദത്താണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനുൽ ഇസ്ലാമിനെ പറ്റി പരിചയപ്പെടുത്തുന്നത് 5 തൂണുകളുള്ളതായ ഒരു സ്തംഭത്തോടാണ്. ഒരു 5 തൂണുകളുള്ളതായ ഒരു സ്തംഭം. ആ സ്തംഭത്തിന്റെ ഒരു തൂണാണ് നമസ്കാരം. ഇസ്ലാം എന്ന് പറയുന്ന ഒരു സ്തംഭത്തിന്റെ പ്രധാനപ്പെട്ട തൂണുകളിൽ ഒരു തൂണാണ് നമസ്കാരം എന്നുള്ളത്. ഒരു മനുഷ്യൻ അവൻ ആദ്യമായി ഷഹാദത്ത് പറഞ്ഞുകൊണ്ട് മുസ്ലിം ആവുകയാണ് എങ്കിൽ, നാം എല്ലാവരും മുസ്ലിമീങ്ങളാണ്. നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരാറുണ്ട്. അവർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു എന്ന ഷഹാദത്തിന്റെ സത്യവാചകം ഉച്ചരിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സുകൊണ്ട് ഇസ്ലാമിനെ ദീനായിട്ടും അള്ളാഹുവിനെ ഇലാഹായിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്ത്യപ്രവാചകനായിട്ടും അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ മേൽ നിർബന്ധമാകുന്നതായ അടുത്ത കടമ എന്നുള്ളത് ആ നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ്. ഒരാൾ ളുഹറിന്റെ സമയത്ത് മുസ്ലിം ആവുകയാണ്, അങ്ങനെയാണ് എങ്കിൽ അവൻ ആ ളുഹർ നമസ്കാരം നിർബന്ധമാണ്. അത്രത്തോളം പ്രാധാന്യമാണ് ദീനുൽ ഇസ്ലാമിൽ നമസ്കാരത്തിനുള്ള സ്ഥാനം. അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ പറയുന്നു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് വ ഇഖാമുസ് സ്വലാ. ഈ പറഞ്ഞ മലയാളത്തിന്റെ നേർ അറബിയാണ് ഇവിടത്തിൽ ഹദീസായിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ ഉദ്ധരണിയായിട്ട് പറഞ്ഞു വെച്ചത്. ഇസ്ലാമിനെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അലാ ഖംസിൻ, 5 കാര്യങ്ങളുടെ, 5 തൂണുകളുടെ മേലാണ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതായ സത്യവാചകം ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുവന്റെ മേൽ നിർബന്ധമാകുന്നത് വ ഇഖാമിസ് സ്വലാ, നമസ്കാരത്തെ നിലനിർത്തുക എന്നുള്ളതാണ്. നമസ്കാരത്തെ നിർവഹിക്കലല്ല, നമസ്കാരത്തെ നിലനിർത്തണം. എങ്ങനെയാണ്? തുടർച്ചയായിട്ടുള്ളതായ ഒരു കാര്യത്തെയാണ് നിലനിർത്താൻ പറ്റുകയുള്ളൂ. തുടർച്ചയായി ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പൊ ഹജ്ജ് എന്ന് പറയുന്ന കാര്യം ജീവിതത്തിൽ ഒരു വട്ടം ചെയ്താൽ മതി, അതിങ്ങനെ തുടർച്ചയായിട്ട് നിലനിർത്തണമെന്നില്ല. പക്ഷെ ദിവസവും 5 പ്രാവശ്യം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് അല്ലാഹു തആല നമുക്ക് ബാധ്യതയായി, നിർബന്ധ ബാധ്യതയായി തീരുമാനിച്ചിരിക്കുന്നതായ ഒരു ഇബാദത്താണ് നമസ്കാരം എന്നുള്ളത്. അതിനെ നിലനിർത്തുക എന്നുള്ളതാണ് ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യം എന്നുള്ളത്. ഏതെങ്കിലും സമയത്ത് തോന്നിയ വഖത്തുകൾ നമസ്കരിച്ചത് കൊണ്ട് ഒരുവന്റെ ഇസ്ലാം പൂർണ്ണമാവുകയില്ല. ആ നമസ്കാരത്തിന് ഓരോരോ സമയങ്ങളുണ്ട്. ആ സമയമനുസരിച്ച് അവന്റെ ജീവിത അവസാനം വരെ അവന്റെ തലച്ചോറിൽ, അവന്റെ ബുദ്ധിയിൽ, അവന്റെ ഓർമ്മ തെളിഞ്ഞു നിൽക്കുന്നിടത്തോളം കാലം വരെയും ഒരു മനുഷ്യന്റെ മുന്നിൽ, ഒരു മുസൽമാന്റെ മുന്നിൽ ആ നമസ്കാരം എന്നത് നിർബന്ധ ബാധ്യത തന്നെയാണ്. 7 വയസ്സായാൽ നമ്മുടെ കുട്ടികളോട് നാം നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. 7 വയസ്സായ നമ്മുടെ മക്കളോട് നാം നമസ്കരിക്കാൻ വേണ്ടി പറയണം. 7 വയസ്സായ കുട്ടിക്ക് നമസ്കാരം നിർബന്ധമില്ല, മറിച്ച് അവന് നിസ്കാരത്തിലേക്ക്, ദീനിയായ കാര്യങ്ങളിലേക്ക് താല്പര്യമുണ്ടാകുന്നതിന് വേണ്ടി മാതാപിതാക്കളുടെ മേൽ നിർബന്ധമാണ് 7 വയസ്സായ കുട്ടിയോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ അവന്റെ ശൈശവത്തിൽ തന്നെ നമസ്കാരത്തെ പറ്റിയുള്ളതായ ചിന്തയോടുകൂടി നമസ്കാരത്തെ പറ്റി ബോധവാന്മാരാക്കി നമ്മുടെ മക്കളെ വളർത്തണമെന്ന് പരിശുദ്ധമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനുൽ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നു. ഇനി അവന്റെ 3 വർഷങ്ങൾ കഴിഞ്ഞു, അവൻ 10 വയസ്സിലേക്കാവുകയാണ് എങ്കിൽ നമസ്കാരം അവന്റെ മേൽ നിർബന്ധമാവുന്നു. 10 വയസ്സായ നമ്മുടെ മകനല്ലെങ്കിൽ മകൾ നമസ്കരിക്കുന്നില്ല എങ്കിൽ ശിക്ഷ കൊടുക്കുക എന്നുള്ളത്, അടി കൊടുക്കുക എന്നുള്ളത് രക്ഷിതാവിന്റെ ബാധ്യതയാണെന്നും ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു. അത്രത്തോളം നിർബന്ധമായ സാഹചര്യം. നോമ്പ് പിടിക്കുന്നതിൽ അടിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല.
അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യാത്തതിന് ഒരു മനുഷ്യനെ ശിക്ഷിക്കണമെന്ന് മാതാപിതാക്കളോട് രക്ഷിതാക്കളോട് ദീനുൽ ഇസ്ലാം കൽപ്പിക്കുന്നില്ല. അടിക്കണം, കൽപ്പിക്കണമെന്ന് നിർബന്ധിച്ച് പറയുന്നത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ മാത്രമാണ്. അത്രയധികം ഗൗരവമാണ് നമസ്കാരത്തിന്റെ വിഷയം. കുട്ടികൾ 10 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ കൊടുക്കണം നമസ്കരിച്ചില്ല എങ്കിലെന്ന് ദീനുൽ ഇസ്ലാം കൽപ്പിക്കുന്നതായ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതായ ഒരു വിഷയമാണ്. നമുക്ക് എപ്പോഴും തിരക്കുകളാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ നമുക്ക് തിരക്കാണ്. നമുക്ക് ജോലി സ്ഥലത്തേക്ക് പോകണം, നമ്മുടെ കച്ചവടങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് ബാക്കിയുള്ള കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കണം, നമുക്ക് ബാക്കിയുള്ള സുഹൃത്തുക്കളുമായി സമയം പങ്കിടണം. ഏറ്റവും അധികം നമുക്ക് മൊബൈൽ ഫോണുകളുമായി സോഷ്യൽ മീഡിയകളിലായി നാം എപ്പോഴും എൻഗേജായി തിരക്കിലായിക്കൊണ്ട് നിലനിൽക്കുന്നതായ ആധുനിക സാഹചര്യമാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ തിരക്കിനിടയിൽ അള്ളാഹുവിന്റെ വിളി അത് ബാങ്കുലികളായി നമ്മുടെ പള്ളികളിൽ നിന്ന് മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങുമ്പോൾ ആ വിളിക്ക് വേണ്ടി നാം ഉത്തരം കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെയധികം പ്രസക്തമായ കാര്യമാണ്. അള്ളാഹുവിന്റെ വിളികൾ ദിവസവും 5 നേരം മുഴങ്ങും. അത് പള്ളികളിൽ തന്നെ പോയി നമസ്കരിക്കണമെന്നാണ് ഹനഫി മദ്ഹബിന്റെ പക്ഷം. സുന്നത്ത് മുഅക്കദാണ് ഹനഫി മദ്ഹബിൽ. ഷാഫിയാക്കൾക്കാണ് എങ്കിൽ സുന്നത്ത് അഫ്ളലായ സുന്നത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നമസ്കരിച്ചാലും ഷാഫി മദ്ഹബ് അനുസരിച്ച് നമസ്കാരം ഓക്കെയാണ്. എന്നാൽ ഹനഫി മദ്ഹബിൽ, ബഹുമാനപ്പെട്ട ഹനഫി മദ്ഹബ് കുറച്ചുകൂടി ശക്തമായിട്ട് പള്ളിയിൽ തന്നെ പുരുഷന്മാർ വന്ന് നമസ്കരിക്കുക എന്നുള്ളത് വളരെയധികം ശക്തമത്തായ സുന്നത്ത് മുഅക്കദായി നമുക്ക് പരിചയപ്പെടുത്തുന്നതായ ഒരു ഇബാദത്താണ്. മാത്രമല്ല, ഹനഫി മദ്ഹബിലെ ഒരു വിഭാഗം പണ്ഡിതന്മാർ വാജിബാണ് പള്ളിയിൽ വന്ന് നമസ്കരിക്കൽ എന്ന് പോലും പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. എന്നിരുന്നാൽ തന്നെയും 5 വഖത്ത് നമസ്കാരം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പാടില്ലാത്തതായ ഒരു സൽക്കർമ്മമാണ്. അല്ലാഹു തആല നിലനിർത്തുവാനുള്ള തൗഫീക്ക് നൽകട്ടെ. എന്നുവരെയാണ് നമുക്ക് നമസ്കാരം നിർബന്ധമാകുന്നത്? 7 വയസ്സ് മുതൽ നാം കുട്ടികളെ ശീലിപ്പിച്ചു, 10 വയസ്സ് മുതൽ നാം കുട്ടികളെ നിർബന്ധിപ്പിച്ചു. ഇനി എന്നുവരെയാണ് ആ നിർബന്ധം നമ്മുടെ മേൽ വാജിബാകുന്നത്? ഒരാൾക്ക് എഴുന്നേൽക്കാൻ കഴിവില്ല, ഒരാൾ കിടന്ന കിടപ്പിലാണ്. അങ്ങനെയാണെങ്കിലും അവന് ബുദ്ധി സ്ഥിരപ്പെട്ട് അവന്റെ മനസ്സിലുള്ളിടത്തോളം കാലം അവന് ഈ നമസ്കാരം എന്നത് നിർബന്ധ ബാധ്യതയാണ്. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ളതായ എല്ലാ മുസ്ലിമീങ്ങൾക്കും നമസ്കാരം നിർബന്ധമാണ്. ബുദ്ധി ഉണ്ടാവണം. ഒരാൾ ലോഹറിന്റെ സമയത്ത് ബോധം കെട്ടുപോയിട്ട് അവന് ബോധം വരുന്നത് അസർ കഴിഞ്ഞിട്ടാണ് വരുന്നത് എങ്കിൽ അവന് ആ ലോഹറും അസറും നിർബന്ധമില്ല. കാരണം എന്തേ? അവൻ ആ സമയത്ത് ബുദ്ധിയില്ലായിരുന്നു, ബോധമില്ലായിരുന്നു. അങ്ങനെയാണ് എങ്കിൽ എന്തില്ല, നമസ്കാരം നിർബന്ധമില്ല. അതേ സാഹചര്യം കിടന്ന കിടപ്പിലായ ഒരു രോഗി അവൻ ഓർമ്മയിലാണ്, അവൻ സ്വബോധത്തിലാണ് ഉള്ളത് എങ്കിൽ അവന് ഏത് നിലയ്ക്കാണോ നമസ്കരിക്കാൻ സാധിക്കുന്നത്, അവൻ എഴുന്നേൽക്കാൻ പറ്റണമെന്നില്ല, അവന് ശരീരത്തിന്റെ അവയവങ്ങൾ ചലിപ്പിക്കാനുള്ള അവസരമില്ല. അങ്ങനെയാണ് എങ്കിൽ അവന് പറ്റുന്നത് പോലെ ഒളു എടുപ്പിച്ച് അവന് ആ നമസ്കാരത്തിന്റെ രൂപങ്ങൾ മനസ്സിൽ ഹാളറാക്കലാണ് അവന് നിർബന്ധം. അതാണ് ആ കിടന്ന കിടപ്പിലുള്ളതായ മനുഷ്യന്റെ നമസ്കാരത്തിന്റെ രീതി. കണ്ണുകൾ കൊണ്ട് പോലും കണ്ണുകൾ അനക്കാൻ കഴിവുള്ളതായ ഒരാളാണ് കിടക്കുന്നത് എങ്കിൽ ആ കണ്ണുകൾ അനക്കിക്കൊണ്ടെങ്കിലും നമസ്കരിക്കണമെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കൽപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത്രത്തോളം ഗൗരവമുള്ളതായ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നാം എത്രത്തോളം ശ്രദ്ധാലുക്കളാണ് എന്ന് നാം ഓരോരുത്തരും നമ്മുടെ നഫ്സിനോട് ചോദിച്ചു നോക്കുക. എത്രയോ നമസ്കാരങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു. തിരക്ക് കഴിയട്ടെ, ജോലി സമയം കഴിയട്ടെ, സീസണല്ലേ മാറിക്കൊള്ളട്ടെ, എന്നിട്ട് നമസ്കരിക്കാം എന്ന് വെച്ച് നാം പിറകിലോട്ട് പോവുകയാണ് എങ്കിൽ നാം നമ്മുടെ ജീവിതത്തെ പറ്റി, നമ്മുടെ തിരക്കുകളെ പറ്റി, ഈ തിരക്കുകൾ നമുക്ക് കിട്ടുന്നതായ വരുമാനങ്ങൾ ഒരിക്കലും ഹലാലാവുകയില്ല. അള്ളാഹുവിന്റെ കൽപ്പന ഒരു വശത്ത് നിൽക്കുമ്പോൾ ആ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് നാം സമ്പാദിക്കുന്നതും നാം നേടുന്നതൊന്നും നമുക്ക് ഇരുലോകത്തും പ്രയോജനപ്പെടാൻ സാധ്യതയില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മരണം വരെ ബോധമുള്ള കാലത്തോളം മുഴുവനും ആഫിയത്തോടെ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുവാനുള്ള ആഫിയത്തും അതിനുള്ള ത്വാഖത്തും അല്ലാഹു തആല നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും നിലനിർത്തി നൽകട്ടെ. ആമീൻ. സഹോദരങ്ങളെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഉപമ നമുക്ക് പറഞ്ഞു നൽകുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ധാരാളം തെറ്റുകുറ്റങ്ങൾ, ചെറിയ ചെറിയ പാവങ്ങളൊക്കെ നമുക്ക് സാധാരണ ആരായാലും സംഭവിച്ചു പോകുന്ന വിഷയമാണ്. അതിനിപ്പോൾ ഉസ്താദായാലും ശരി, ഖാളി ആയാലും ശരി, ആരായാലും ശരി, ചെറിയ ചെറിയ പാപങ്ങൾ നാം സമൂഹമായി ജീവിക്കുമ്പോൾ നമുക്ക് സംഭവിച്ചു പോകുന്ന സ്വാഭാവികമാണ്. അങ്ങനെയുള്ളതായ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുമെന്ന് ഈ നമസ്കാരത്തിലൂടെ നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുകയാണ്.
ആദരവായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായ ഒരു പാഠമുണ്ട്. ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അവന്റെ തൊഴിൽശാലയുടെയും അവന്റെ വീടിന്റെയും ഇടയിൽ 5 നദികൾ ഒഴുകുന്നുണ്ടെന്ന് സങ്കല്പിക്കണം. 5 നദികൾ അവന്റെ തൊഴിലിടത്തിന്റെയും അവന്റെ വീടിന്റെയും ഇടയിലായിട്ട് ഒഴുകുന്നുണ്ട്. ആ ഓരോ നദിയിലും അവൻ തിരികെ വരുന്നതായ വരവിൽ ഓരോ നദിയിലും ഇറങ്ങി കുളിച്ച് ശുദ്ധിയായി അവസാനത്തെ നദിയിലും ഇറങ്ങി കുളിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവന്റെ ദേഹത്ത് എന്തെങ്കിലും പൊടിപടലങ്ങളോ അഴുക്കുകളോ ബാക്കിയാവുമോ എന്ന് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്. 5 നദികളിലും ഇറങ്ങി കുളിച്ച് വീട്ടിലെത്തുന്നയാളിന്റെ പക്ഷത്ത് എന്തെങ്കിലും അഴുക്കുകൾ, എന്തെങ്കിലും ദുർഗന്ധങ്ങൾ അവശേഷിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് സ്വഹാബത്ത് മറുപടി പറഞ്ഞപ്പോൾ, ഇതുപോലെയാണ് 5 വഖ്ത് നമസ്കാരം. 5 വഖ്ത് നമസ്കാരത്തിന്റെ ഉപമ ഇപ്രകാരമാണ്. മനുഷ്യരുടെ ജീവിതത്തിൽ സ്വാഭാവികമായി സംഭവിച്ചു പോകുന്നതായ തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ, ആ തെറ്റുകുറ്റങ്ങളെ പൊറുക്കുവാൻ, ആ തെറ്റുകുറ്റങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ഈ 5 വഖ്തുള്ളതായ നമസ്കാരങ്ങൾ കാരണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒരു വിശ്വാസിക്ക് നമസ്കാരം കൊണ്ട് നൽകുന്നതായ ഓഫർ. തെറ്റുകുറ്റങ്ങൾ പൊറുക്കണമല്ലോ. നാം ചെയ്യുന്ന പാപങ്ങൾ പൊറുക്കാതെ റബ്ബിന്റെ മുന്നിൽ എത്തിയാൽ നമ്മുടെ അവസ്ഥ വളരെയധികം വിഷമകരമായിരിക്കും. അപ്പോൾ അതിനുള്ളതായ പരിഹാരമാണ് ഓരോ ദിവസവും ഓരോ സമയത്തും അല്ലാഹു തആല നമുക്ക് നൽകുന്നതായ ഓഫറുകളാണ് ഈ നമസ്കാരം എന്നുള്ളത്. അല്ലാഹു തആല മനസ്സിലാക്കുവാനും ജീവിതത്തിൽ നിലനിർത്തുവാനുമുള്ളതായ തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ഈ നമസ്കാരങ്ങളുടെ ഓരോരോ സമയങ്ങൾ നാം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യമായി നമുക്ക് നിർബന്ധമാകുന്ന ഫജ്ർ നമസ്കാരം. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ഏതവസ്ഥയിലും അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് അവന് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഒരു സാഹചര്യത്തിലും അള്ളാഹുവിനെ മറക്കുവാനോ സൃഷ്ടാവിനെ ഉപേക്ഷിക്കുവാനോ പാടുള്ളതല്ല. ഒരു മനുഷ്യൻ ഉറങ്ങുന്ന സമയം, ആ ഫജ്ർ പ്രഭാതത്തിന്റെ തുടക്കത്തിന്റെ സമയത്താണ് ഫജ്ർ നമസ്കാരം നമ്മിലേക്ക് ആഗതമാകുന്നത്. സുബഹിയുടെ സമയം നമ്മിലേക്ക് വരുമ്പോൾ ആ പ്രഭാതത്തിന്റെ സമയം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ട്, അനുസരണയോടെ അള്ളാഹുവിന് മുന്നിൽ സുജൂദ് ചെയ്തുകൊണ്ട് തുടങ്ങുമ്പോൾ അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ എഴുന്നേറ്റ ഉടനെ പടച്ചവന്റെ മുന്നിൽ സുജൂദ് ചെയ്തുകൊണ്ട് ആരംഭിക്കുന്നു. തുടർന്ന് വരുന്നതായ ളുഹറിന്റെയും അസറിന്റെയും സമയങ്ങൾ നമുക്കറിയാം. നമ്മുടെ കച്ചവടങ്ങളിലായാലും നാം ഏതേത് മേഖലകളിലാണെങ്കിലും ഏറ്റവും തിരക്ക് പിടിക്കുന്നതായ സമയമാണ് ളുഹറിന്റെയും അസറിന്റെയും സമയങ്ങൾ. പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ആ പഠനത്തിന്റെ, കോളേജിന്റെ, സ്കൂളിൻ്റെതായ തിരക്കുകൾ, ജോലിക്കാർക്കാണെങ്കിൽ, കച്ചവടക്കാർക്കാണെങ്കിൽ ആഹാരം കഴിക്കുന്നതിൻ്റെയും അല്ലാതെ തിരക്കിൻ്റെയും എല്ലാം സമയങ്ങൾ. വൈകുന്നേരം അസറിന്റെ സമയമാണെങ്കിലും അതുപോലെ തന്നെ. ആ തിരക്കിനിടയിലും പടച്ചവനെ ഓർക്കുവാൻ ആ അബ്ദിന് സാധിക്കുന്നുണ്ട് എങ്കിൽ അവൻ ജീവിതത്തിലെ വിജയിയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇവിടത്തെ തുടക്കത്തിൽ ഓതി വെച്ചതായ ആയത്ത്, ഹാഫിളു അലസ്സലാത്തി വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. ഹാഫിളു അലസ്സലാത്ത്, നമസ്കാരങ്ങളുടെ മേൽ നിങ്ങൾ സൂക്ഷിക്കണം. വസ്സലാത്തിൽ വുസ്താ, സ്വലാത്തുൽ വുസ്തയെ നിങ്ങൾ പ്രത്യേകമായി സൂക്ഷിക്കണം. സ്വലാത്തുൽ വുസ്തയെ പ്രത്യേകമായി സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ അതിന്റെ മുഫസ്സിരീങ്ങൾ നമുക്ക് പറഞ്ഞു നൽകുന്നത് അസർ നമസ്കാരത്തെയാണ് അവിടത്തിൽ പ്രത്യേകമായി പരാമർശിച്ചിരിക്കുന്നത് എന്ന് മുഫസ്സിരീങ്ങൾ നമുക്ക് വ്യാഖ്യാനിച്ചു നൽകുകയാണ്. അസർ നമസ്കാരത്തിന് എന്താ പ്രത്യേകത? അസറിന്റെ പ്രത്യേകതയാണ് കുറച്ചു മുമ്പേ പറഞ്ഞത്. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ തിരക്കിലാകുന്നതായ സമയമാണ് അസർ നമസ്കാരത്തിന്റെ സമയം എന്നുള്ളത് ആയതുകൊണ്ട് അസർ നമസ്കാരം ഉപേക്ഷിക്കുവാൻ, അല്ലെങ്കിൽ കുറച്ചൊന്ന് കഴിയട്ടെ, സമയമൊന്ന് മാറട്ടെ, തിരക്കൊന്നൊഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പെൻഡിങ്ങിൽ വെക്കുവാനുള്ളതായ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് വസ്സലാത്തിൽ വുസ്താ, ആ ഹാഫിളു അലസ്സലവാത്തി വസ്സലാത്തിൽ വുസ്താ, ആ അസർ നമസ്കാരത്തെ പ്രത്യേകം സൂക്ഷിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത് എന്ന് മുഫസ്സിരീങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അല്ലാഹു തആല കാര്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നൽകട്ടെ. പിന്നെന്ത് ചെയ്യണം? നാം നമസ്കാരത്തിൽ മഗ്‌രിബിനോട് അടുക്കുന്ന സമയം, മഗ്‌രിബിന്റെ സമയത്തിന്റെ പ്രത്യേകത എന്നാൽ നമ്മുടെ പ്രഭാതം അവസാനിക്കുകയാണ്. പ്രദോഷത്തിൽ നാം അള്ളാഹുവിന് സുജൂദ് ചെയ്ത് അള്ളാഹുവിനോട് അനുസരണയോടുകൂടി തുടങ്ങിയതായ നമ്മുടെ തുടക്കം
ആ തുടക്കത്തിന്റെ അവസാനമായിട്ട് പ്രഭാതം അവസാനിച്ച് പ്രദോഷത്തിലോട്ട് കടക്കുമ്പോഴും അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യണം. അതാണ് മഗ്‌രിബിന്റെ സമയം. മഗ്‌രിബ് നമസ്കാരം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിന്റെ തിരക്കുകളെല്ലാം അവസാനിച്ച് ശാന്തമായി ഉറങ്ങാൻ കിടക്കുന്നതായ സമയം, ആ സമയവും അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്ത് അനുസരണയോടെ പടച്ചവന്റെ മുന്നിൽ പടപ്പുകൾ ശിരസ് നമിച്ചതിന് ശേഷം അവൻ സ്വസ്ഥമായി ശാന്തമായി ഉറങ്ങിക്കൊള്ളട്ടെ എന്ന് ഓരോ ഇശാഉകളും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് 5 വഖത്ത് നമസ്കാരങ്ങളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചിരിക്കുന്നതായ ഈ സമയങ്ങളിലുള്ളതായ ഒരു ഹിക്മത്ത് എന്ന് പണ്ഡിതന്മാർ, ആലിമീങ്ങൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നു. ഇത്തരത്തിൽ ജീവിതത്തെ എപ്പോഴും അള്ളാഹുവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ, ഈ നമസ്കാരം കൊണ്ട് നമ്മുടെ ജീവിതത്തിന് ലഭിക്കുന്നതായ ഏറ്റവും വലിയതായ ഒരു പ്രയോജനം മറ്റൊന്നുകൂടിയുണ്ട്. നമ്മുടെ പാപങ്ങൾ പൊറുക്കും. അത് കഴിഞ്ഞ് മറ്റുള്ളതായ ഒരു വലിയതായ ഒരു പ്രത്യേകത നമ്മുടെ ഈ നമസ്കാരങ്ങളുണ്ട്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം മോശമായതും മ്ലേച്ഛമായതുമായ കാര്യങ്ങളെ തൊട്ട് തടയുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം എന്നുള്ളത് മോശത്തരത്തെ തൊട്ടും മ്ലേച്ഛതകളെ തൊട്ടും മനുഷ്യനെ തടയും. 5 വഖത്ത് നമസ്കരിക്കുന്ന ഒരാളിന് കള്ളു കുടിക്കാൻ പറ്റുമോ? 5 വഖത്ത് നമസ്കരിക്കുന്നയാൾ, 5 വഖത്ത് പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നയാളിന് വെള്ളമടിക്കാൻ സാധിക്കുമോ? 5 വഖത്ത് നമസ്കരിക്കുന്നവൻ കച്ചവടത്തിൽ കള്ളം ചെയ്യുമോ? 5 വഖത്ത് നമസ്കരിക്കുന്നവൻ സംസാരത്തിൽ കളവ് പറയുമോ? അങ്ങനെയുള്ളതായ മോശത്തരങ്ങളെ തൊട്ടും തെറ്റുകളെ തൊട്ടും നമസ്കാരം മനുഷ്യനെ തടയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അപ്പോൾ 5 വഖത്ത് നമസ്കാരം എന്നുള്ളത് ഇങ്ങനെയുള്ളതായ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതായ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മനുഷ്യനെ തടയുന്നതായ ഒരു പരിചയമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. ആയതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം പാപങ്ങളിൽ നിന്ന് സുരക്ഷിതമായിരിക്കണം. സംഭവിച്ചു പോകുന്നതായ പാപങ്ങൾക്കുള്ള പാപങ്ങളിൽ നിന്നുള്ളതായ ഒരു പരിചയാകണം. ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം എന്നുള്ളത്. മാത്രമല്ല, വൻ അഖാമഹ ഫഖദ് അഖാമദ്ദീൻ. ആരെങ്കിലും നമസ്കാരത്തെ നിലനിർത്തുന്നുണ്ട് എങ്കിൽ അവൻ ദീനിനെ നിലനിർത്തുന്നു. വമൻ ഹദമഹ ഫഖദ് ഹദമദ്ദീൻ. ആരെങ്കിലും നമസ്കാരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നിസാരവൽക്കരിച്ച് കളയുകയാണ് എങ്കിൽ അവൻ ദീനിനെ തന്നെ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ ആശയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിലൂടെ ദീനിനെ നിലനിർത്തുന്ന നല്ല മുസ്ലിമീങ്ങളിൽ, നല്ല അടിയാറുകളിൽ അല്ലാഹു തആല നമ്മെയും നമ്മുടെ വേണ്ടപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടത്, നാം നമ്മുടെ മക്കളോട്, നമ്മുടെ അനുജന്മാരോട് നമസ്കരിക്കുവാൻ വേണ്ടി കൽപ്പിക്കണം. അല്ലാഹു തആല പറയുന്നു, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. വഅ്മുർ അഹ്ലക ബിസ്സലാ. നിന്റെ കുടുംബക്കാരോട് നീ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം. വസ്തബിർ അലൈഹാ. ആ നമസ്കാരത്തിന്റെ മേൽ ക്ഷമിച്ചു നിൽക്കുവാനും നിന്റെ കുടുംബക്കാരോട് കൽപ്പിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ. എന്തിനാണ് നാം നമ്മുടെ കുടുംബക്കാരെ, നമ്മുടെ മക്കളെ നമസ്കരിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നത്? നാളെ നമ്മൾ സ്വർഗത്തിലും നമ്മുടെ പൊന്നോമനകൾ നരകത്തിലും പോകുന്നതായ ഒരു അവസ്ഥയുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നാം സ്വർഗത്തിൽ പോകും. 5 വഖത്ത് നമസ്കരിച്ച് പടച്ചവനെ അനുസരിച്ച് ജീവിക്കുന്നതായ മാതാപിതാക്കൾ സ്വർഗത്തിലും അവന്റെ പൊന്നോമനകൾ നരകത്തിൽ കിടന്ന് അട്ടഹസിക്കുന്നതായ ഒരു അവസ്ഥ നാം ഒന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കൂ സഹോദരങ്ങളെ. എത്രമാത്രം വിഷമകരമായിരിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് നാളെ നാമും നമ്മുടെ മക്കളും എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധമായ ഖുർആനിന്റെ കൽപ്പന. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. അല്ലാഹു തആല മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നൽകട്ടെ. കുടുംബം മുഴുവനും സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നതായ രക്ഷിതാക്കളാണ് നാമെങ്കിൽ നമ്മുടെ മക്കളെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ കീഴിലുള്ളവരെ കൂടി നമസ്കരിക്കുവാൻ വേണ്ടി നാം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. നാം നമ്മുടെ മക്കളുടെ ഭൗതികമായ വിദ്യാഭ്യാസം, മദ്രസ വിദ്യാഭ്യാസം, മറ്റ് സൗകര്യങ്ങൾ ലക്ഷങ്ങൾ മുടക്കി പഠിപ്പിക്കും. വിദ്യാഭ്യാസങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും നാം അയച്ച് പഠിപ്പിക്കും. എന്നാൽ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നാം അവർക്ക് നിർബന്ധം കൊടുക്കുന്നില്ല എങ്കിൽ അവർക്ക് ഒരുപക്ഷെ ഇത്രത്തോളം ഗൗരവം അറിയണമെന്നില്ല. ആ ഒരു ഗൗരവം നാം അവർക്ക് ഉണർത്തി കൊടുത്തില്ല എങ്കിൽ നമ്മുടെ അവസ്ഥകൾ മോശമാകും. അല്ലാഹു തആല കാത്തു സഹോദരങ്ങളെ, പള്ളിയിലേക്ക് വന്ന് തന്നെ കഴിയുന്ന എല്ലാവരും നമസ്കരിക്കുക.
ജമാഅത്തായി നമസ്കരിക്കുന്ന നമസ്കാരത്തിന് ഒറ്റയ്ക്ക് വീട്ടിൽ നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നൽകുകയാണ്. അല്ലാഹു തആല കാര്യങ്ങളെ മനസ്സിലാക്കുവാനും ജമാഅത്തായി തന്നെ നമസ്കാരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ആഖിറത്തിലും ഈ ലോകത്തും വിജയിക്കുവാനുമുള്ള വലിയ തൗഫീഖ് അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.